ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് JCI തിരൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ച നടത്തി. ജനതാ ദർബാർ എന്ന പേരിലാണ് തിരഞ്ഞെടുപ്പ് ചർച്ച സംഘടിപ്പിച്ചത്. പൊന്നാനി പാർലമെന്റ് മണ്ഡലവും തിരൂരിന്റെ വികസനവും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ചർച്ചയിൽ ക്രോഡീകരിക്കപ്പെട്ട 10 നിർദ്ദേശങ്ങൾ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് സമർപ്പിക്കും. പത്മിനി ഘോഷ് വന്തേരി, VV സത്യാനന്ദൻ, അബ്ദുൽ അസീസ് മാവുംകുന്ന് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. തിരൂർ JCI പ്രസിഡന്റ് റിഫ ഷലീസ് ചേന്നര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷമീർ കളത്തിങ്കൽ, അഷ്റഫ് ചേലാടൻ, ഷാനവാസ് ഉണ്ണിയാലുക്കൽ, CK മുംതാസ് എന്നിവർ സംസാരിച്ചു. ടൂറിസം മേഖലയിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുകയും മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നും എല്ലാ ട്രെയിനുകൾക്കും തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണം, നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ മികച്ച കോളേജ്, കേന്ദ്രീയ വിദ്യാലയം എന്നിവ സ്ഥാപിക്കുകയും മത്സ്യമേഖലയോട് അനുബന്ധമായി കൂടുതൽ തൊഴിൽശാലകളും വ്യവസായങ്ങളും ആരംഭിക്കണമെന്നും റോഡ് വികസനത്തിന് കേന്ദ്ര ഫണ്ടുകൾ നൽകി തിരൂരിന്റെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണം. പോലീസ് ലൈൻ പൊറ്റിലത്തറ ബൈപ്പാസ് റോഡിലെ റെയിൽവേ പാലത്തിന് അപ്രോച്ച് റോഡിന് അനുവദിച്ച ഫണ്ടിന്റെ നടപടികൾ വേഗത്തിലാക്കണം. മണ്ഡലത്തിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കണം. തിരൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കണം. സ്വാതന്ത്ര്യ സമര ചരിത്രം ഉൾക്കൊള്ളുന്ന തരത്തിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കണം. കൂടാതെ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശമായതിനാൽ ആതുര സേവന മേഖലയിൽ കൂടുതൽ കേന്ദ്ര പദ്ധതികൾ വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് JCI തിരൂർ സംഘടിപ്പിച്ച 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ച ജനതാ ദർബാറിൽ ഉന്നയിച്ചത്. തിരൂരിനെ സംബന്ധിച്ചോളം ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഇത്ര അനവധി ധാരാളം പൈസ ഉള്ളവരുണ്ട് ഇവിടെ, കഴിവുള്ളവരുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങളൊക്കെ കാണണ്ടല്ലോ, ദിവസേന ഓരോരോ മോൾസ് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യണം. ഇന്നേ വരെ ഒരു നല്ലൊരു കോളേജ് തിരൂര് വന്നിട്ടില്ല. നമ്മുടെ നാടിന്റെ പുരോഗതിക്കായിട്ട് പ്രതിദാനം ചെയ്യുന്ന ഒരാളായിരിക്കണം നമുക്ക് ഇനി വേണ്ടത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളുകയാണ്. നമ്മുടെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഗതാഗതമാണ് തിരൂരിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു പരിഹാരമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ചർച്ചയിലൂടെ നമ്മൾ ഇന്ന് ഉരുവിരിയേണ്ട ഏറ്റവും വലിയ വിഷയം. നന്ദി. ഗൾഫ് 54 ന്യൂസ്.